നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സെമി കേഡർ സ്വഭാവത്തിൽ നേരിടാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരുങ്ങുന്നത്. സെമി കേഡർ തെരഞ്ഞെടുപ്പ് ബൂത്തുകളുടെ ചുമതല മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർക്ക് നൽകാനാണ് തീരുമാനം. ബ്ലോക്ക് ഭാരവാഹികൾക്ക് മുകളിലുള്ള ആളുകൾക്ക് ചുമതല നൽകും. പഞ്ചായത്ത് തലങ്ങളിൽ കോൺഗ്രസ് യോഗവും സംഘടിപ്പിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ആര്യാടൻ ഷൗക്കത്തും വി എസ് ജോയിയും അനൌദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുബഷിർ പി അക്ബർ ചേരുന്നു മണ്ഡലത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ പി അക്ബർ, ഗുഡ് മോർണിംഗ്. മുബഷിർ പി അക്ബർ, നിലമ്പൂരിലെ തണുപ്പ് രാഷ്ട്രീയ ചൂടിലേക്ക് മാറുകയാണ് അല്ലേ? വി എസ് ജോയിയും ആര്യാടൻ ഷൗക്കത്തും മണ്ഡലത്തിൽ സജീവമാണ്. മാത്രമല്ല ഒരു സെമി കേഡർ രീതിയിലാണ് പ്രചരണം എന്നറിയാൻ സാധിക്കുന്നു. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും കഴിഞ്ഞ ദിവസം പി അനിൽകുമാർ MLA അധ്യക്ഷതയിൽ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ഒരു നേതൃയോഗം ചേർന്നിരുന്നു. ഈ ഒരു യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള തീരുമാനം പ്രചാരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബൂത്തുകളുടെ ചുമതല 200-ലധികം വരുന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ബൂത്തുകളുടെ ചുമതല മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നൽകാനാണ് കോൺഗ്രസ് പ്രധാനമായും കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ബ്ലോക്ക് ഭാരവാഹി തലം മുതലുള്ള അതിനു മുകളിലുള്ള നേതാക്കൾക്ക് ഈ ചുമതലകൾ നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷം അവിടെയുള്ള മണ്ഡലത്തിൽ നിന്നുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്ത് വരികയാണെങ്കിൽ ഒരു ഭാഗത്തെ വി എസ് ജോയിയുടെ അനുയായികളുണ്ടാകും, അല്ലെങ്കിൽ മറുഭാഗത്ത് വി എസ് ജോയി വരികയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ അനുയായികളുണ്ടാകും. ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരടുവലികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരമൊരു നീക്കം നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഒരു സെമി കേഡർ സ്വഭാവത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ കൂടി 2016 നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വെച്ച് തന്നെ അനിൽകുമാർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ വിലയിരുത്തലുകൾ നടത്തിവരികയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ പ്രത്യേക യോഗം ചേരാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന 11, 13 തീയതികളിൽ മണ്ഡലത്തിലെ 7ഓളം പഞ്ചായത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ഇടങ്ങളിൽ പ്രത്യേക യോഗം ചേരും. 2 KPCC ജനറൽ സെക്രട്ടറിമാർ ഈ പറയപ്പെടുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അസ്വാരസ്യങ്ങളുമില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നില്ല എന്നൊരു വിവരം കോൺഗ്രസ് പുറത്തുവിടുന്നുണ്ടെങ്കിലും പ്രാദേശിക തലങ്ങളിൽ ഈ പറയപ്പെടുന്ന നിലവിൽ ചർച്ചകൾ ഇടം പിടിച്ചിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനും അതുപോലെ തന്നെ വി എസ് ജോയിക്കും വേണ്ടിയുള്ള അനൌദ്യോഗിക പ്രചാരണം വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. വിശേഷം ആര്യാടൻ ഷൗക്കത്ത് അവിടെ മുൻപ് നിലമ്പൂർ പഞ്ചായത്തായിരുന്ന സമയത്ത് പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നഗരസഭാ ചെയർമാനായിരുന്ന വ്യക്തിയാണ്. അവർ ആ ഒരു ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളും രാഷ്ട്രീയ നേട്ടങ്ങൾ അംഗീകാരങ്ങളൊക്കെ തന്നെ ചെറിയ വീഡിയോകളാക്കി പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അതുപോലെ തന്നെ വി എസ് ജോയിയുടെ അനുയായികളും പ്രചാരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നതും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിലമ്പൂർ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു, കളം ഒരുങ്ങിക്കഴിഞ്ഞു. കളം പിടിക്കാൻ വി എസ് ജോയിയും ആര്യാടൻ ഷൗക്കത്തും രംഗത്തുണ്ട് എന്നുള്ളതാണ്.